ഗോഡ്സില്ലയുടെയും കോങ്ങിൻ്റെയും ഒക്കെ മൂവി റൈറ്റ്സ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കോഴ്സ് നമ്മുടെ ലെജൻഡറി പിക്ചേഴ്സാണ്. പക്ഷേ ഇവരുടെ കയ്യിൽ വേറൊരു മോൺസ്റ്റേഴ്സ് സംബന്ധപ്പെട്ടിട്ടുള്ള മോൺസ്റ്റേഴ്സ് അല്ല, ഇതേപോലെ മോൺസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂവിയുടെ റൈറ്റ്സും കൂടി ഉണ്ട്. അതാണ് പസഫിക് റിം. ഇപ്പോൾ ചില റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ട്, അതായത് ഇനി അടുത്ത്, അതായത് ഗോഡ്സില്ല എക്സ് കോങ്ങിന് ശേഷം, അതായത് പസഫിക് റിമിൻ്റെ തേർഡ് പാർട്ടായിട്ട് ഇറങ്ങാൻ പോകുന്നത് ഗോഡ്സില്ലയുടെ ഒരു ക്രോസ് ഓവർ ആയിരിക്കുന്നതാണ്. അത് സംബന്ധിച്ച് ഒരുപാട് ക്ലൂസും ഇപ്പോൾ ലെജൻഡറി തന്നെ ഓൾറെഡി തന്നിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന വേറൊരു കാര്യമാണ്, അതായത് രണ്ടിലും മോൺസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ എന്നാൽ ഇത് രണ്ടിനെ എങ്ങനെ ഇവർ കണക്ട് ചെയ്യുന്നു, അതായത് രണ്ട് യൂണിവേഴ്സ് പോലെയൊക്കെയാണല്ലോ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഗോഡ്സിലയുടെ മോൺസ്റ്റേഴ്സിൽ ഇപ്പോൾ സർഫസ് എർത്ത്, അതായത് സർഫസ് എർത്തിൻ്റെ കിങ് ആയിട്ട് നമ്മുടെ ഗോഡ്സിലയാണുള്ളത്, താഴെ ഹോളോ എർത്ത് അതിൻ്റെ കിങ് ആയിട്ട് കോങ് ആണുള്ളത്. അതായത് സർഫസ് എർത്തിൻ്റെ ഉള്ളിലുള്ള വേറൊരു എർത്ത് പോലെ തന്നെയുള്ള ഒരു എക്കോസിസ്റ്റം, അതാണ് ഹോളോ എർത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒഫീഷ്യലി റീസെൻ്റായിട്ട് റിലീസായ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ ടി വിയിൽ റിലീസായിട്ടുള്ള, അതായത് ഇത് മോൺസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ക്യാനൺ തന്നെയാണ്. അതിൽ ഈ മൊത്തം മോൺസ്റ്റേഴ്സിൻ്റെ ഈ ഹോളോ എർത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു ഡിഫറെൻറ്റ് റെലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഭൂമി സെപ്പറേറ്റ് ആണുള്ളത്, അങ്ങനെ ഭൂമി കൂടെ ഒരു വോം ഹോൾ പോലെ കണക്റ്റ് ആയിട്ട് വേറൊരു റെലം, അതായത് ഈ ഹോളോ എർത്ത് എന്ന് പറയുന്നത് വേറൊരു വോം ഹോൾ മൂലം കണക്റ്റ് ആയിട്ടുള്ള വേറൊരു സ്ഥലമാണ്. അവിടുന്ന് ഈ മോൺസ്റ്റേഴ്സ് വരുന്ന പോലെ, അതായത് ആ ടണൽ ഒരു വോം ഹോളാണെന്നും ആ വോം ഹോൾ ഈ മോൺസ്റ്റേഴ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഈ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആ വേൾഡിൽ ടൈം ഡൈലേഷൻ തന്നെ വേറെ രീതിക്കാണ് നടക്കുന്നത്. ഏതാണ്ട് 2-3 ദിവസം ആ ഹോളോ എർത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ലീഷ ഏതാണ്ട് 20 വർഷത്തോളം ഭൂമിയിൽ, അതായത് സർഫസ് എർത്തിൽ ലോസ്റ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ കീക്കോയ്ക്ക് ഏതാണ്ട് ഒരാഴ്ച പുള്ളിക്കാരത്തെ അവിടെ ഉണ്ടാകത്തുള്ളൂ. ഏതാണ്ട് 75-70 വർഷത്തോളം ഭൂമിയിൽ, സർഫസ് എർത്തിൽ പുള്ളിക്കാരത്തേക്ക് നഷ്ടമായിട്ടുണ്ടാവും. സോ ടൈം എന്ന് പറയുന്നത് വേറൊരു രീതിക്കാണ് ആ ഹോളോ എർത്തിൽ നടക്കുന്നത്. സോ ഇതുകൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ വോം ഹോൾ മൂലം മാത്രമേ നടക്കൂ എന്നും ആ സീരീസിൽ ഏതാണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ഹിറോഷി ഈ ഹോളോ എർത്തിനെ കുറിച്ചുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സൊക്കെ ഏപെക്സിന് കൊടുത്തതിന് ശേഷവും ഏപെക്സ് ആണ് ഈ മൊത്തം ഹോളോ എർത്തിനെയും സർഫസ് എർത്തിനെയും ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത്, ഈ ടൈം ഡൈലേഷനൊക്കെ കൺട്രോൾ ചെയ്തിട്ടുള്ള പോലെ ഒരു മെഷീനും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ അയൺമാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടൈം GPS പോലെ ഈ ഹോളോ എർത്തിൽ ടൈം ഡൈലേഷൻ ഇല്ലാതെ പോയിട്ട് വരാൻ പറ്റുന്ന പോലെ ഒരു മെഷീൻ. ചുരുക്കം പറയുകയാണെങ്കിൽ ഈ ഹോളോ എർത്ത് എന്ന് പറയുന്നത് ഭൂമിയിലല്ല, ഭൂമിന് സെപ്പറേറ്റ് ആയിട്ട് വോം ഹോൾ മൂലം കണക്റ്റ് ആയിട്ടുള്ള വേറൊരു റെലം എന്നാണ് മോണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സിൽ ഏതാണ്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിവിടെ കട്ടെ, ഇനി നമ്മുടെ പസഫിക് റിമിലേക്ക് വരികയാണെങ്കിൽ ഏതാണ്ട് സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് നമ്മുടെ മനുഷ്യന്മാരുടെ സർഫസ് വേൾഡ് വേറെ ആയിരിക്കും. അതിനെ ടേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പെഗസസ് എന്ന് പറയുന്ന ഏലിയൻ റേസ് ഒരുപാട് വലിയ വലിയ കൈജൂസിനെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ എർത്തിലേക്ക് വിടും. അങ്ങനെ ഈ കൈജൂസിനെ എതിർത്ത് പോരാടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനുഷ്യന്മാർ ഇയേഗേഴ്സ് എന്ന് പറയുന്ന വലിയ വലിയ റോബോട്ട്സിനെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ പെഗസസ് ഈ ഏലിയൻസിനൊക്കെ ഭൂമിക്കുള്ളിലേക്ക് എന്തോ ഒരു പോർട്ടൽ മൂലം അയക്കുന്ന പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ പോർട്ടൽ ഒരു ഹോളോ എർത്തിനെ പോലെ ആയിരിക്കും അതിൽ കാണിച്ചിട്ടുണ്ടാവുക. കാരണം പസഫിക് റിം 1ൻ്റെ എൻഡിൽ നമ്മുടെ ജിപ്സി ഡേഞ്ചർ താഴെ വീണ് ആ പോർട്ടൽ മൊത്തം നശിപ്പിക്കുമ്പോൾ ഏതാണ്ട് ആകാശത്ത് നിന്ന് വീഴുന്ന പോലെ താഴോട്ടാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഒരു ഹോളോ എർത്തിലേക്ക് വീഴുന്ന പോലെ. പക്ഷേ അത് ഒരു ഹോളോ എർത്തല്ല, നമ്മുടെ മോൺസ്റ്റേഴ്സിലുള്ള പോലെ തന്നെ ഒരു പോർട്ടൽ പോലെയാണ് ആ സ്ഥലം ആക്ട് ആവുന്നത്. സോ ഇതിൻ്റെ റൈറ്റ്സ് ഇപ്പോൾ ലെജൻഡറിയുടെ കയ്യിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചാൽ ഇത് രണ്ടിനെയും ചിലപ്പോൾ ഒന്നാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, പസഫിക് റിം അപ്രൈസിങ്ങിൽ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു മോൺസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ കൈജൂസിൻ്റെയും ലിസ്റ്റ് എടുക്കുന്നുണ്ട്. അതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഒട്ടുമിക്ക കൈജൂസിൻ്റെയൊക്കെ നമ്മുടെ മോൺസ്റ്റേഴ്സിലുള്ള ടോഹോയുടെ പക്കലുള്ള മോൺസ്റ്റേഴ്സിനാണ് കാണിച്ചിരിക്കുന്നത്. എന്തിന് പസഫിക് റിം അപ്രൈസിങ്ങിൻ്റെ മേക്കേഴ്സ് തന്നെ ഒരു പക്ഷേ പസഫിക് റിമിന് ഒരു തേർഡ് പാർട്ട് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു ക്രോസ് ഓവർ, മോൺസ്റ്റേഴ്സായിട്ടുള്ളൊരു ക്രോസ് ഓവർ ആവാനൊക്കെ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ട്വിറ്ററിൽ ആ ടൈമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിൽ മെക്ക ഗോഡ്സില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇയേഗറിനുള്ള ഒരു ജസ്റ്റ് ഒരു ബേസും കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഓൾറെഡി ഒരു വലിയ മെഷീനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, എന്തിനൊരു മൃഗത്തെ പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യണം, കുറച്ചുകൂടി അജൈലായിട്ടുള്ള ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കാനും പറ്റുന്ന ഒരു മെഷീനെ ക്രിയേറ്റ് ചെയ്തുവിടാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആപ്പെക്സോ അല്ലെങ്കിൽ മൊണാർക്കോ ഒരു മെഷീനെ ക്രിയേറ്റ് ചെയ്തെന്ന് വരാം, മനുഷ്യനെ പോലെയുള്ള ജിയേഗറിനെ പോലെ. മാത്രമല്ല അതിൽ ഒരാൾക്ക് ആ മെഷീനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ 2 പേരെ അത് മനസ്സിലാക്കിയിട്ട് ഏപെക്സ് കൺട്രോൾ ചെയ്യുന്ന പോലെ ആക്കിയെന്ന് വരാം. ആക്ച്വലി ഈ സംഭവം ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഈ ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിൻ്റെ ഒരു പ്രീക്വൽ ഒരു കോമിക് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏപെക്സ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതേപോലെ ഒരു വലിയൊരു ഇയേഗർ ആരോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് നമ്മുടെ കോങ് ഫൈറ്റ് ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ ഇതിൻ്റെ പ്രീക്വൽ ആയിട്ടുള്ള ഒരു കോമിക്കാണ് അത്. സോ ഇതൊക്കെ നടന്നു.